ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ നോമ്പിൻ്റെ ഈ അവസരത്തിൽ അല്പസമയത്ത് ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കല്ലറയ്ക്കപ്പുറമുള്ള പ്രത്യാശ, ഹോപ്പ് ബിയോണ്ട് ദ ടോം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രതിബന്ധങ്ങളും കഷ്ടതകളും ഒന്നുമില്ലാത്ത പ്രശ്നരഹിതമായ ഒരു ജീവിതമാണോ ക്രിസ്തീയ ജീവിതം? പലരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ജീവിതം നയിക്കാനാണ്. എന്നാൽ ജീവിതം എല്ലായ്പ്പോഴും സുഖദുഃഖ സമ്മിശ്രമായിരിക്കും എന്നതാണ് സത്യം. ഒരു പ്രശ്നവുമില്ലാത്ത ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഗ്രഹം തന്നെ ഒരു പ്രശ്നമാണ്. കണ്ണുനീരിൻ്റെ നനവുണ്ടായാൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം വളരുകയുള്ളൂ. കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും അനുഭവത്തിൽ നിന്ന് നാം ആരും തന്നെ വിമുക്തരല്ല. ദൈവപുത്രനായ ക്രിസ്തു പോലും മനുഷ്യപുത്രനായി ഈ മണ്ണിലൂടെ നടന്നപ്പോൾ എത്രയോ വേദനാജനകമായ അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴികളിൽ മുള്ളുകൾക്ക് മുകളിലൂടെ പനിനീർ പൂക്കൾ വിരിയിച്ചു കടന്നുപോയത് പിതാവാം ദൈവത്തോടൊപ്പമായിരുന്നു. ഇത് തന്നെയാണ് പ്രതിസന്ധികളെ സാധ്യതകളാക്കുന്ന അനുകരണീയമായ മാതൃക. മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ബഥാനിയയിലെ ലാസറിന്റെ മരണം ആ സഹോദരിമാരെ കണ്ണീർ കടലിൽ ആഴ്ത്തിക്കളഞ്ഞിരുന്നു. ലാസർ രോഗിയായി. രോഗം കൂടുതലായപ്പോൾ തന്നെ അവർ ദൂതരെ അയച്ച് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് അറിയിച്ചത് യേശുവിൽ അവർക്ക് അത്രമേൽ പ്രതീക്ഷയുള്ളത് കൊണ്ടായിരുന്നു. എന്നാൽ യേശു ബഥാനിയയിൽ എത്തുന്നത് ലാസർ മരിക്കുന്നതിന് മുൻപല്ല, കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. ഒരു ലാസറിന്റെ മരണത്തെക്കാൾ ആ സഹോദരിമാരെ വേദനിപ്പിച്ചത് യേശുവിൻ്റെ ഈ സമീപനമായിരിക്കണം. എന്നാൽ അവരുടെ ദുഃഖത്തിലേക്ക് കടന്നു വരുന്ന യേശു ആ സംഭവത്തിലൂടെ ഏറ്റവും വലിയൊരു പ്രത്യാശയുടെ പ്രഖ്യാപനമാണ് അവിടെ നടത്തിയത്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇതാണ് കല്ലറയ്ക്കപ്പുറമുള്ളതായ പ്രത്യാശ, ഹോപ്പ് ബിയോണ്ട് ദ ടോം. പ്രതിസന്ധികളിൽ പ്രതീക്ഷയുടെ പനിനീർ പൂക്കൾ യേശു വിരിയിക്കുകയാണ്. ഈ യേശുവിനോടൊപ്പം കഷ്ടതകളെ അഭിമുഖീകരിപ്പാൻ നമുക്ക് കഴിയണം. കഷ്ടത ഒരു ശിക്ഷയല്ല, അതൊരു ശിക്ഷണത്തിലുള്ള ഒരു പാതയൊരുക്കലാണ്. പ്രതികൂലങ്ങൾ പലരെയും ശക്തരാക്കിയതിൻ്റെ ചരിത്രമാണ് ലോകചരിത്രം. ഒരു ശിലയിൽ നിന്ന് ശില്പത്തെ രൂപപ്പെടുത്തുമ്പോൾ എത്രമാത്രം മുറിവുകൾ ആ ശില ഏറ്റുവാങ്ങുന്നുണ്ട്. അങ്ങനെ മാത്രമേ മനോഹരമായ ഒരു ശില്പം രൂപപ്പെടുകയുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ തികഞ്ഞവരാക്കുന്നത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമാണ്. ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: കഷ്ടതയുടെ മുള്ളുകൾക്കിടയിലും ദൈവത്തിൻ്റെ കൃപയുടെ പ്രകാശമേൽക്കുമ്പോൾ പ്രതീക്ഷയുടെ പനിനീർ പൂക്കൾ വിരിയിക്കുവാൻ കഴിയും. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.